ഇവിടെ രാഷ്ട്രീയ പഴിപോക്കലുകളോ ഇതൊക്കെ ഇവിടെ എല്ലാ കാലവും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് ആരും കടന്നു വരുന്നില്ലെന്നൊരു കുഴപ്പമില്ല. 10-30 വർഷക്കാലമായി ഈ വിഷവെള്ളം ഒഴുകുന്നു. ഇത്രയും നാൾ ഇവിടെ ഈ പുഴയിൽ വിഷം കലങ്ങിയോ? അതിൻ്റെ ഒരുപാട് പരിശോധന നടന്നിട്ടുണ്ട്. ഇതുവരെയും ഇവിടെ വിഷം കലങ്ങിയുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ഫാക്ടറിക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, ഇനിയും ഉണ്ടാവില്ല. ഇത് ഒരു പ്രഹസനം മാത്രമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇന്ന് പരസ്പരം ഇരുന്ന് പഴിയാറിലല്ല. ഇവിടെ കുറ്റകരമായ അനാസ്ഥയുണ്ട്. ഇത് സ്റ്റേറ്റ് സമാധാനം പറയേണ്ട വിഷയമാണ്. ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഈ പ്രകൃതിയെ തകർക്കുന്നൊരു വിഷയം. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 44 നദികളിൽ ഏറ്റവും വലിയ നദിയായ പെരിയാറിൽ വിഷം കലങ്ങിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് നട്ടലിൽ വിഷം കലങ്ങിയിട്ട് ചോദ്യം ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇതിന് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കണേ? ശരി, സ്റ്റേറ്റിന്റെ ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ നിമിഷം വരെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. മനസ്സിലായ? 20-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോയി മക്കളെ കൊണ്ടുവന്നല്ലാണ്ട് ഫുൾ ടൈം ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ബാക്കി മൈക്കെടുത്താൽ മതി.